കോഴിക്കോട് പന്തീരങ്കാവിൽ കറണ്ട് പോയതിനെ തുടർന്ന് KSEB ഓഫീസ് ആക്രമിച്ചതായി പരാതി. വ്യാഴാഴ്ചയാണ് ഓഫീസിന്റെ ബോർഡ് തകർത്തത്. സംഭവത്തിൽ KSEB ജീവനക്കാർ പരാതി നൽകി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ആർക്കെതിരെയാണ് ഇപ്പോൾ ബോർഡ് ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത്? വേണു, വ്യാഴാഴ്ച രാത്രിയാണ് അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 തവണ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ വൈകാരികമായ ഒരു ഇടപെടലാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പന്തീരങ്കാവിലെ ഓഫീസിലേക്ക് എത്തുകയും അവിടെ എത്തിക്കൊണ്ട് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ ഒരു പ്രധാനമായും ഇതിൻ്റെ ബോർഡ്, ഈ പ്രധാന കവാടത്തിലുള്ള ബോർഡാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് രാത്രി 12 മണിയോട് കൂടിയാണ് അക്രമം ഉണ്ടായത്. ആ സമയത്ത് ഈ ഷട്ടർ അടച്ച കാരണത്താൽ മറ്റ് അക്രമങ്ങളിലേക്ക്, മറ്റു തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊന്നും തന്നെ നീങ്ങില്ല. പക്ഷേ ആ സമയത്ത് ഓവർസിയർ ഈ ഓഫീസിനകത്തുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം തന്നെ ഫീൽഡിലായിരുന്നു. ഡ്രിപ്പായ ഒരു സാഹചര്യത്തിൽ, അമിത ലോഡ് വന്ന സാഹചര്യത്തിലാണ് ഡ്രിപ്പായത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഫീൽഡിലുള്ള മറ്റ് വർക്കുകളിലായിരുന്നു മറ്റുള്ളവരെല്ലാം തന്നെ ഉണ്ടായത്. ആ സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത് കൂടി ചെയ്യുന്നുണ്ട്. എന്താണ് വ്യാഴാഴ്ച രാത്രി സംഭവിച്ചത്? വ്യാഴാഴ്ച രാത്രി ഏകദേശം ഒരു 11 മണിയോടുകൂടി നമ്മുടെ നല്ല ബസാർ ഫീൽഡ് ട്രിപ്പ് ആവുകയാണ് ഉണ്ടായത്. ഓവർലോഡിലാണ് ട്രിപ്പായത്. ഏകദേശം 11:30 മണിയോടുകൂടി കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശപ്രകാരം അത്താണി RMU ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം 8 ട്രാൻസ്ഫോമറോളം ഇൻട്രപ്ഷൻ വന്നിരുന്നു. അത്താണി ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ ചാർജ് ചെയ്യാണ് ചെയ്തത്. ചാർജ് ചെയ്തതിന് ശേഷം ഏകദേശം കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശം പിന്നെ ലോഡ് കുറഞ്ഞതിന് ശേഷം മാത്രമേ അത് ചാർജ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു 12:45 നമ്മൾ ചാർജ് ചെയ്യാണ് ഉണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 12:30 മണിയോടെ ഇവിടെ ഒരു കുറച്ച് സാമൂഹിക വിരുദ്ധരെത്തുകയും നമ്മുടെ ബോർഡിന് നേരെ കല്ലെറിയുകയും അതേപോലെ തന്നെ സൈഡിൽ സൈൻ ബോർഡ്, നമ്മുടെ ഓഫീസിലേക്ക് കയറി പോകുന്ന സൈൻ ബോർഡ് കീറുകയും ചെയ്തു. അപ്പോൾ താഴെ ശബ്ദം കേട്ടിട്ട് മുകളിലാണ് നമ്മുടെ ഓഫീസുള്ളത്. മുകളിൽ ഓവർസിയർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓവർസിയർ ഈ പറയുന്ന ഓവർസിയർ ഈ ഗ്രില്ല് പെട്ടെന്ന് അടച്ചിടുകയും ലോക്ക് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് അടച്ചിടുകയും ചെയ്തു. അപ്പം അക്രമികളെത്തുകയും അദ്ദേഹത്തെ അസഭ്യം വിളിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇത് ഗ്രില്ല് തള്ളി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം 12 സപ്ലൈ കിട്ടുകയും ആൾക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തു. നമ്മൾ പരാതി ഈ കാര്യത്തിൽ പോലീസിന് കൊടുത്തിട്ടുണ്ട്. വേണു, ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിക്കൊണ്ട് ഇവിടെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും ഈ KSEB ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടയർ ഷോപ്പുണ്ട്. ടയർ ഷോപ്പിൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ അതിലെ ഒരു CCTV ഉണ്ട്. അതിൻ്റെ ഔട്ട് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അക്രമി സംഘത്തിനെതിരായിട്ടുള്ള നടപടി വൈകാതെ തന്നെ ഉണ്ടാകും. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. വേണു, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.